പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയും അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നത്. നമ്മൾ കേട്ട സാക്ഷ്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഏറ്റവും പുതിയ അനുഭവ സാക്ഷ്യങ്ങളാണ്. ഈശോ അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കാൻ ഈശോ പറഞ്ഞൊരു ന്യായം, ഞാൻ വെറും കൈയോടെ അവരെ പറഞ്ഞയച്ചാൽ അവർ വഴിയിൽ തളർന്ന് വീഴുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ആ വാക്കെല്ലാം ഭയങ്കര ഹൃദ്യമാണ്. അപ്പോഴത്തന്നെ നമുക്ക് മനസ്സിലാകും നമ്മളെ വെറും കൈയോടെ ദൈവം പറഞ്ഞയക്കത്തില്ല. മർക്കോസിൻ്റെ സുവിശേഷമാണ് 8-ാം അധ്യായം 3-ാമത്തെ വചനം എന്ന് പറഞ്ഞ്, ഞാൻ വെറും കൈയോടെ അവരെ പറഞ്ഞയച്ചാൽ അവർ വഴിയിൽ തളർന്നു വീഴും. അപ്പം ജീവിത വഴികളിൽ നമ്മൾ തളർന്ന് വീഴരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് കേട്ട് പഠിച്ച ആളാണ് ഈശോയുടെ രക്തത്തിൽ പിറന്ന യാക്കോബ് ശ്ലീഹ. യാക്കോബ് ശ്ലീഹ ഒരു വാക്ക് പറയും, ജനങ്ങളോട് വെറുതെ ചുമ്മാ സമാധാനത്തിൽ പോരുതെന്ന് പറയരുത്, മറിച്ച് ദേഹത്തിന് ആവശ്യമായ സാധനം കൊടുക്കണമെന്ന്. അപ്പോൾ ദേഹം ഒരു വിഷയമാണ്. അവരെ ചുമ്മാ സമാധാനത്തിൽ പോകുമെന്ന് പറയരുത്. അതാണ് യാക്കോബ് ശ്ലീഹ 2-ാം അധ്യായം 16-ാം വാക്യം. ദേഹത്തിന് ആവശ്യമായ സാധനം കൊടുക്കാതെ എങ്ങനെ മനുഷ്യനോട് സമാധാനത്തിൽ പോകാൻ പറയാൻ പറ്റും എന്ന് ചോദിക്കും. അപ്പം ദേഹം ഒരു വലിയ വിഷയമാണ്. ആദിമസഭയ്ക്കും അതുതന്നെ ദേഹം ഒരു വിഷയമായിരുന്നു. പിന്നീട് ആശ്രമാധ്യാത്മികതയൊക്കെ അതിപ്രസരം ഉണ്ടായ കാലത്ത് ദേഹം രാത്രി എഴുന്നേറ്റിരുന്ന് ചമ്മട്ടി അടിച്ച് ഒതുക്കിയിടേണ്ട ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ ബേസിക് കാറ്റഗിസം പഠിക്കുമ്പോഴേ അവിടെ കൊതി എന്ന് പറഞ്ഞ തിന്മയ്ക്കെതിരെ പറയണത് എന്താ? മിതഭോജനമെന്നാ. ഇപ്പം നോൻപ് തുടങ്ങുകയാണല്ലേ, ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ നോൻപ് തുടങ്ങുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിങ്ങനെ പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുന്നത്. നമ്മുടെ ബേസിക് കാറ്റഗിസത്തിൽ പറയണത് കൊതിക്ക് എന്താണ് എതിരെയുള്ള പുണ്യം എന്താ? മിതഭോജനം ഒരു പുണ്യമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം മിതഭോജനം ആൾക്കാർ ചെയ്തുകൊണ്ട് 2 ആളുള്ള വീട്ടിൽ 18 മുറി കിടക്കുന്നുറങ്ങും. 2 ആളെ വീട്ടിൽ താമസിക്കുന്നുള്ളൂ, പക്ഷെ മുറി എത്ര ഉണ്ട്? 18. അതാണ് പ്രശ്നം. 2 ആളെ വീട്ടിലുള്ളൂ, അല്ലെങ്കിൽ 3 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ 4 പേരേ ഉള്ളൂ. അവർ വാങ്ങിക്കുന്ന കാറ് അവരെ കരിക്കുറിച്ച് ചാന്ത ആയിട്ട് കുരിശിടും, ഉപവസിക്കും, മിതഭോജനം ചെയ്യും, അവരെ ഭക്ഷണം ഉപേക്ഷിക്കും, മാംസം ഉപേക്ഷിക്കും, അല്ലേ, മത്സ്യം ഉപേക്ഷിക്കും. പക്ഷേ അവർ 50 ലക്ഷത്തിൻ്റെ കാറിൽ യാത്ര ചെയ്യും. എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അല്ലേ? കാര്യം മിതഭോജനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി അടുത്ത സഭയുടെ ഏതോ കാലത്ത് ആശ്രമത്തിനോട് ചേർന്ന് വളർന്നു വന്നിട്ടുണ്ട്. ദാരിദ്ര്യമെന്ന പുണ്യത്തിൻ്റെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെട്ട് വന്നപ്പോഴാണ് കൊതിക്ക് മിതഭോജനം വന്നത്.
പക്ഷെ കൊതിക്ക് ലളിത ജീവിതമാണ് വേണ്ടി വന്നിരിക്കുന്നത്. കൊതി ഭക്ഷണത്തോട് മാത്രമാണ് മനുഷ്യനോട് ഉള്ളത്, വസ്ത്രത്തോടുണ്ട്. അതിനെന്താ പറയണത്? ആശ്രമാധ്യാത്മികതയിൽ ഒരു വസ്ത്രം അല്ല 2 വസ്ത്രം 3 വർഷം എന്നെപ്പോലെ എത്ര വസ്ത്രം ഉണ്ടായാലും ഒരു കളറാണ്. പിന്നെ അത് ഉള്ളതില്ലാത്തതും കണക്കാണ്. അപ്പോൾ വസ്ത്രം അവിടെ അവർ ചർച്ച ചെയ്തില്ല, ഭക്ഷണം ചർച്ച ചെയ്തു. കൊതിക്ക് മിതഭോജനം, ആ ഭോജനം എന്നുള്ള വിഷയത്തിലാണ് അമിത പ്രാധാന്യം കിട്ടുന്നത്. തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആധ്യാത്മികതയിൽ അമിതമായ ഊന്നൽ ലഭിച്ചു എന്നാ പ്രശ്നം അല്ലേ? നോൻപ് കാലം വരുമ്പോഴേ ലളിത ജീവിതമാണ് കൊതിക്ക് പകരം വേണ്ടി വന്ന് പുണ്യമായിട്ട് വരേണ്ടിയിരുന്നത്. ലളിത ജീവിതമാണ്. ലളിത ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കേണ്ടതെല്ലാം കൂടി ഒരാൾ ഉപയോഗിക്കുന്നതാണല്ലോ പ്രശ്നം. 10 പേര് ഉപയോഗിക്കേണ്ട സംഭവങ്ങൾ അവർക്ക് ആർക്കും ഒന്നും പങ്കുവെക്കാതെ ഒരാൾ ഉപയോഗിക്കും. അതാണ് നോൻപിനെതിരായിട്ടുള്ള പാപമായി മാറണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം നൽകണമേ. ഈ നോൻപ് കാലത്ത് കർത്താവേ, എല്ലാ മേഖലകളിലും മിതത്വം പാലിക്കാൻ, പുണ്യത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിസ്ഥാന ആവശ്യങ്ങളിൽ എന്തൊക്കെയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. കാറ്റഗിസത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഭക്ഷണം മാത്രമേ കൈകാര്യം ചെയ്തുള്ളൂ, പാർപ്പിടം കൈകാര്യം ചെയ്തില്ല. അതുപോലെ തന്നെ വസ്ത്രവും കൈകാര്യം ചെയ്തില്ല. അപ്പോഴേ മാംസം ഉപേക്ഷിച്ചിട്ട് 4000 രൂപയുടെ അല്ലെങ്കിൽ 40,000 രൂപയുടെ കാഞ്ചീപുരം പട്ട് സാരി വാങ്ങിക്കും. അതും ചുറ്റി പള്ളി വന്നിട്ട് മറ്റുള്ളവർക്ക് പ്രലോഭനം ഉണ്ടാക്കും. അതാണ് പ്രശ്നം. നോൻപ് അങ്ങനെ ആഘോഷിച്ചു പോവുകയാണ് ക്രിസ്ത്യാനി. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഈ പുണ്യ നോൻപ് ആചരണത്തിൽ കർത്താവേ, എല്ലാ മേഖലകളെയും, ഞങ്ങളുടെ ആർഭാടങ്ങളെയും, ഞങ്ങളുടെ ജീവിത മേഖലകളെയും കർത്താവെ ചിട്ടപ്പെടുത്താൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ആശയടക്കത്തിൻ്റെ ഭാഗമായി ആധ്യാത്മികതയിൽ ചർച്ച ചെയ്യാതിരുന്നത് കൊണ്ടാണ് നമ്മൾ വീടുകൾ വെഞ്ചരിച്ചിട്ടും തീരാത്തത്. നമ്മൾ ഭക്ഷണം മാത്രമേ ആധ്യാത്മികതയിൽ ചർച്ച ചെയ്തുള്ളൂ. നമ്മൾ ആധ്യാത്മികതയുടെ ഭാഗമായി പാർപ്പിടം ചർച്ച ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾക്ക് NRIക്കാരെല്ലാം നാട്ടിലുള്ളവരും ലോണൊക്കെ എടുത്തിട്ട് അവർ വെക്കുന്ന വീടെല്ലാം 5000 സ്ക്വയർ ഫീറ്റാണ്. പാർപ്പിടം ചർച്ച ചെയ്യാതെ കൊണ്ട് വന്നതാണ്. നമ്മൾ ഭക്ഷണം മാത്രമാണ് ചർച്ച ചെയ്തത്. കൊതിക്ക് മിതഭോജനം പറഞ്ഞതിൻ്റെ അവസ്ഥയാണ്. അത് ലളിത ജീവിതമാണ് പറഞ്ഞത്. പക്ഷേ ഉദ്ദേശിച്ചത് ആശയടക്കമായിരുന്നു. ആശയടക്കം ഭക്ഷണത്തിൽ മാത്രമല്ലല്ലോ, അത് പാർപ്പിടത്തിൽ വേണം. ഇപ്പം നിങ്ങളുമൊക്കെ NRI ഇപ്പോൾ ഇവിടെ എടുത്ത് നെബോഷ് എഴുതിയവരുണ്ട്, PT എക്സാം എഴുതാൻ പോണവരുണ്ട്, അതിനുശേഷം IATS OIT ഒക്കെ എഴുതി ഇപ്പം അമ്മയില്ലാതിനും പാസ്സാക്കി വിടുകയല്ലേ. എല്ലാം പോയിട്ട് ചെയ്യണത് എന്താ? കാനഡയിൽ പോയി താമസിക്കുക, അവിടെ വലിയ വീട് മേടിക്കും, നാട്ടിലും വലിയ വീട് വാങ്ങിക്കും. അവിടുന്ന് പോരാൻ പറ്റത്തില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോരാൻ പറ്റത്തില്ല, വീട് മേടിച്ച് കളിക്കുകയാണ്. എല്ലാം ഡെഡ് മണിയാണ്. എങ്ങനെയാണ് മനുഷ്യൻ ദാരിദ്ര്യം പിടിക്കണം നോക്കിയേ? ആശ നമ്മളടക്കിയില്ലെങ്കിൽ ആശ നമ്മളെ അടക്കണ ഒരവസ്ഥയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വലിയ പ്രബോധനത്താൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചിന്തകളെ, ഞങ്ങളുടെ മനസ്സിൻ്റെ ആലോചനകളെ, ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായി ക്രമീകരിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ, ആർഭാടങ്ങളിൽ നിന്ന്, വഴിപെട്ട ജീവിത അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പുണ്യമായ ഈ നോൻപ് കാലത്ത്
ആശയടക്കത്തിലൂടെ ആത്മസംയമനത്തിലൂടെ എല്ലാ മണ്ഡലങ്ങളിലും ആശയടക്കത്തിലൂടെ ക്രിസ്തുവിന്റെ അരൂപിയായ ലളിത ജീവിതത്തെ സ്വീകരിക്കാനും ക്രിസ്തുവിന്റെ അരൂപിയായ പങ്കുവെക്കലിനെ പ്രോത്സാഹിപ്പിക്കാനും കർത്താവേ, മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ വിശേഷവിധിയായി ചെയ്തുകൊണ്ട് ഈ പുണ്യമായ നോൻപ് കാലത്തിന്റെ ആർജിക്കുവാൻ ഞങ്ങളെ ഈ ആരാധനയിൽ അഭിഷേകം ചെയ്യണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, നോൻപ് കാലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നോൻപിലെ ചരികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അഭിഷേകത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശുദ്ധിയോടുകൂടി, ഉപവാസത്തോടുകൂടി, പ്രായശ്ചിത്തത്തോടുകൂടി, പുണ്യപ്രവൃത്തികളോടുകൂടി, കർത്താവ് ആശയടക്കത്തോടുകൂടി, വിദഗ്ധത്തോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കർത്താവെ ആത്മാവിന്റെ ശക്തിയാൽ ക്രമീകരിക്കാൻ പരിശുദ്ധാത്മാവ് നൽകണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നോൻപുകാലത്ത് നമ്മൾ ഒരു ആശ്രമാധ്യാത്മികതയെക്കാളുപരി ആദിമസഭയുടെ ആധ്യാത്മികതയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതൊരു വ്രതപക്ഷ ആധ്യാത്മികതയല്ല, ഒരു ജനപക്ഷ ആധ്യാത്മികതയാണ്. വ്രതപക്ഷ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ വ്രതത്തിൽ മാത്രമായിരിക്കും ആധ്യാത്മികത ഒതുങ്ങി നിൽക്കുന്നത്. ജനപക്ഷ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ജനങ്ങളെ മുഴുവനും കർത്താവിൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടുള്ള കൃപയുടെ ആർജവത്വമാണ്, കൃപയുടെ സമ്പാദനവും ശക്തീകരണവും അഭിഷേകവുമാണ് ഈശോ ലക്ഷ്യം വെച്ചത്. പക്ഷെ എന്നാ പറഞ്ഞത്? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അല്ല ചോദ്യം. കർത്താവ് അപ്പോസ്തലന്മാരോട് ചോദിച്ചത് എന്താ? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? കാരണം വിശേഷ ദിവസങ്ങളാണ് ഇനി വരണത്. നോൻപോട് കൂടി നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികതയിൽ വിശേഷ ദിവസങ്ങളാണ് തുടങ്ങാൻ പോണത്. ഇപ്പോൾ കർത്താവ് ജനങ്ങളോട് പൊതുവായിട്ട് ചോദിച്ചതാണ്, ഈ വിശേഷ ദിവസങ്ങൾ, ഈ വിശേഷവിധിയായി എന്താണ് നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ ഞങ്ങൾ ഈശോ പറയും, നമ്മൾ പറയും നമ്മൾ കുരിശിനെ വഴി ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ ബുധനാഴ്ച വെള്ളിയാഴ്ച നോൻപെടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ. എല്ലാ അനുഷ്ഠാനങ്ങളും അതിൻ്റെ അർത്ഥം ലഭിക്കുന്നത് ഈശോയുടെ കാഴ്ചപ്പാടിനോട് അതെന്തുമാത്രം യോജിക്കുമ്പോഴാണ്. നമ്മൾ ആരെ അനുകരിക്കണത്? കർത്താവിനെ അല്ലേ? കർത്താവിനെയാണ് എന്ന് ഇടയ്ക്ക് ഓർമ്മ വേണം. നമ്മളൊരു സംവിധാനത്തെ അല്ല അനുകരിക്കുന്നത്. ആരെയാണ്? വി ആർ ഇമിറ്റേറ്റിംഗ് എ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് വിഷൻസ്. എന്താ ചെയ്യണം? ഈശോ ചോദിക്കുന്നത്, വിശേഷവിധിയായി നിങ്ങൾ, മത്തായിയുടെ സുവിശേഷം 5:47, വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഈശോ പറയുന്നുണ്ട്. നോൻപിൻ്റെ അരൂപയിൽ നിന്നോട് സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി നോൻപ് കാലത്ത് എന്താണ് ചെയ്യണത്? അതാണ് ചോദ്യം. സഹോദരങ്ങളെ മാത്രമേ. ഇപ്പോൾ നമ്മുടെ ഉടമ്പടിയിൽ ഇപ്പോൾ ക്ലാപ്പ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ടല്ലേ, ക്ലാപ്പ്, CLAP. ഇപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ക്ലാപ്പ് പേപ്പർ തന്നുവിടും. പുതുക്കുമ്പോൾ നിങ്ങൾ തന്നെ പുതുക്കിക്കൊണ്ടുവരണം. സെൽഫ് അസസ്മെൻറ്റാണ്, നിങ്ങൾ തന്നെ പുതുക്കിക്കൊണ്ടുവരണം. അതിനെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? ഇപ്പം നിങ്ങൾ രോഗികളെ ശുശ്രൂഷിച്ചു, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ചോദിക്കും,
ഏത് രോഗികളെയാണ്? പരിചയക്കാരെയാണോ, ബന്ധുക്കളെയാണോ, അടുപ്പമുള്ളവരെയാണോ, വീട്ടുകാരെയാണോ, നാട്ടുകാരെയാണോ, അപരിചിതരെയാണോ? ചോദ്യം ക്ലാപ്പിലുണ്ട്. അപരിചിതര് എന്ന് പറഞ്ഞാൽ അപരിചിതർ നമുക്ക് ആരുമില്ല. ഈശോയിൽ നമ്മളെല്ലാവരും പരിചിതരാണ്, അല്ലേ? നമുക്ക് അപരിചിതരില്ല. ഈശോയിൽ നമ്മളെല്ലാവരും പരിചിതരാണ്. എന്താ കാര്യം? അവൻ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോൾ അവൻ രോഗി ആരാണ്? അവനാണ്. അപ്പോൾ അവന് നമുക്ക് പരിചയമില്ലേ? ഉണ്ടോ? ഈശോ നമുക്ക് പരിചയമുണ്ട്, അപരിചിതരില്ല. എന്താ കാര്യം? നമ്മൾക്ക് അവരുടെ അഡ്രസ്സും ബയോഡേറ്റയും എന്തെങ്കിലും രക്തബന്ധവും നാട്ടുബന്ധവും ഇല്ലെന്നുണ്ടെങ്കിലും ഈശോ പറഞ്ഞു പോയി. എന്ത് പറഞ്ഞു? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോൾ ആ രോഗി ആരാണ്? ഈശോയാണ്. ഈശോയെ നമുക്ക് പരിചയമില്ലേ? ഉണ്ട്. അതാണ് പരിചയം. അപ്പം നമ്മുടെ ബന്ധവും സ്വന്തവും അല്ലാത്ത വേറെ ആൾക്കാരെ ശുശ്രൂഷിച്ചാൽ എന്നാ പരിപാടി? 5 പോയിൻ്റാണ് ക്ലാപ്പിലുള്ളത്. ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ. ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രൈസ് ദ ലോർഡ്. അവിടെ നിന്ന് കിട്ടിയതാണ് ആ സന്ദേശം. നിങ്ങൾ കരഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ പറയുന്ന 47-ാം സങ്കീർത്തനമാണ്. അതിനാണ് ക്ലാപ്പ്. ആ ക്ലാപ്പ് എങ്ങനെ ഉണ്ടാകണം? ചുമ്മാ കൈയടിക്കണമല്ല. മറിച്ച് എന്താണ്? ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. എപ്പോൾ നമുക്ക് കൈയടിക്കാൻ പറ്റും? നമ്മൾ ജയിക്കുമ്പോഴാണ് കൈയടിക്കണത്, സന്തോഷിക്കുമ്പോഴാണ് കൈയടിക്കണത്. എപ്പോഴാണ് സന്തോഷിക്കണത്? കർത്താവിൻ്റെ തിരുസന്നിധി നമ്മൾ കൃപയാർജിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത്. ഇപ്പോൾ ബന്ധുക്കളെയാണ്, തറവാട്ടിൽ പോയാണ് ആ ശുശ്രൂഷ രോഗികളെ കണ്ടെന്നുണ്ടെങ്കിൽ 3 മാർക്ക്, അപരിചിതരെ കണ്ടാൽ 5 മാർക്ക്, വീട്ടിലാണ് ഭർത്താവിനെ ശുശ്രൂഷിച്ചാൽ 2 മാർക്ക്. എന്താ കാര്യം? ഇതൊക്കെ നമ്മൾ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. നമ്മുടെ വീട്ടിലുള്ളത് നമുക്ക് മെയിൻ്റെനൻസിൻ്റെ ഭാഗമാണ്. അപ്പം അത് നമ്മൾ ചെയ്യേണ്ട പ്രഥമ ഉത്തരവാദിത്തങ്ങളാണ് അതൊക്കെ. പ്രഥമ ഉത്തരവാദിത്തത്തിൻ്റെ പുറത്ത് വരണത് 5:47. വിശേഷവിധിയായി നിങ്ങളെന്താണ് ചെയ്യണത്? കർത്താവ് ചോദിക്കും. ഞാൻ ഭർത്താവിനെ രോഗിയായി ശുശ്രൂഷിച്ചു, ഭാര്യയെ ശുശ്രൂഷിച്ചു എന്ന് പറയുമ്പോഴും കർത്താവ് 5:47 ചോദിക്കും. വിശേഷവിധിയായി നിങ്ങളെന്താണ് ചെയ്യുന്നത്? ഈ നോൻപ് കാലത്ത് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തത്തിൻ്റെ അപ്പുറത്ത് ഈ നോൻപ് കാലത്ത് ആത്മശക്തീകരണത്തിനായി മത്തായി ശ്ലീഹ 5:47 പ്രകാരം വിശേഷവിധിയായി പരസ്നേഹത്തിൻ്റെ സാക്ഷിയായി മാറുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട്ടെ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ നോൻപ് കാലത്ത് കർത്താവേ പരസ്നേഹത്തിൻ്റെ അഭിഷേക മുദ്രകളായി തീരാൻ ഉടമ്പടി നിബന്ധന പ്രകാരം കർത്താവേ പുണ്യപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധാത്മാവിനെ നൽകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5:47 വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അല്ലേ? കർമ്മം എന്താണ്? ചെയ്യുന്നത് എന്നാണ്. നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുന്നത് 2 തരത്തിലാണ്. ചൊല്ലിയും ചെയ്തുവാ, അല്ലേ? അതാണ് ഈശോ ചോദിക്കുന്നത്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് യു ഡു? നിങ്ങൾ എന്താണ് റിസൈറ്റ് ചെയ്യണമെന്നല്ല ചോദിച്ചിരിക്കുന്നത്. വിശേഷനിധിയായി എന്ത് പ്രാർത്ഥനയാണ് നിങ്ങൾ ചെല്ലണത് എന്നല്ല ചോദിക്കുന്നത്. വിശേഷവിധിയായി എന്ത് പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മുടെ വിശ്വാസത്തെ, കർത്താവിനോടുള്ള സ്നേഹത്തെ 2 തരത്തിൽ. ആഫ്റ്റർ ഓൾ ഇതെല്ലാം ഓർമ്മയാണ്. പിടിയിടിയ ഓർമ്മ, എല്ലാം ഓർമ്മയാണ്. ഈശോ ഇടയ്ക്ക് അത് എന്തിൻ്റെ ഓർമ്മയാണ്? നമ്മൾ ചൊല്ലണത് ഒരു ഓർമ്മയാണ്, ചെയ്യുന്നതും ഒരു ഓർമ്മയാണ്. എന്തിൻ്റെ ഓർമ്മയാണ്? കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മ. എന്തിൻ്റെ, ആരുടെ ഓർമ്മയാണ്? ഈശോൻ്റെ ഓർമ്മ. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, ഞങ്ങൾ ചൊല്ലുന്ന കാര്യങ്ങളും കർത്താവേ അങ്ങയുടെ പീഡാനുഭവത്തിന്റെ ഓർമ്മകളായി
പീഡാനുഭവത്തിന്റെ മുദ്രകളായി, മായാത്ത മുദ്രകളായി ഞങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും പതിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ധ്യാനിക്കുകയാണ്. എന്താണ്? നമ്മൾക്ക് ആത്മശക്തി നേടാൻ, വിശ്വാസം പ്രഖ്യാപിക്കാൻ 2 മാർഗങ്ങൾ. ഒന്ന് ചൊല്ലാം. ചൊല്ലണം എന്താണ്? പ്രാർത്ഥന. പിന്നെ എന്താ? ചെയ്യാം. നമ്മളെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ചെയ്ത്തിലൂടെയാകാം, കർമ്മത്തിലൂടെയാകാം. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ കുറേയധികം ആധ്യാത്മിക അഭ്യാസങ്ങളുണ്ട് അല്ലേ? മുഴുവനും പരിശുദ്ധ പ്രവർത്തനം, കാരുണ്യ പ്രവർത്തികൾ അല്ലേ, ജീവകാരുണ്യ പ്രവർത്തികൾ എല്ലാം ആ വഴിക്ക് വരുന്നതാണ്. കർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. അമ്മ സമയമായില്ല എന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ പറയണത് എന്താണ്? അവൻ്റെ ഓർമ്മ ഇത് അവൻ പറയണത് പോലെ ചെയ്യുക. ഉടമ്പടി എപ്പോഴും ചെയ്യുന്നില്ല നിൽക്കണത്. ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അതാരാണ് നടത്തേണ്ടത്? എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നടക്കാതെ വരുന്നത്? അത് മെറിറ്റ് ഇല്ലാത്ത കൊണ്ടാണ്. അതിൻ്റെ യോഗ്യതയില്ല, സമയം ചിലപ്പോൾ ഒത്തുവരത്തില്ല, ചിലപ്പോൾ അതിനുള്ള ആരോഗ്യം ഉണ്ടാകത്തില്ല, ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും, അങ്ങനെ ചിലപ്പോൾ പണം കുറവായിരിക്കും. പഠിപ്പിക്കാൻ പണം ഇല്ലല്ലോ അല്ലേ? അതുകൊണ്ട് ചില സമയത്ത് അപ്പം എന്തെങ്കിലും ഇല്ലായ്മ കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങൾ നടക്കാത്തത് ഇല്ലേ? ഇല്ലായ്മ കൊണ്ടാണ്. ഈ ഇല്ലായ്മ എന്നുള്ള വിഷയം നമ്മളുടെ മെറിറ്റിനെ ആശ്രയിക്കുന്ന വിഷയമാണ്, നമ്മുടെ യോഗ്യത. അപ്പോൾ അമ്മ വന്ന് ഈശോവിനോട് പറയണത് എന്താണ്? അവർക്ക് വീഞ്ഞ് ഇല്ല. അതാണ് സംഭവം. ഒരു കല്യാണം സന്തോഷത്തോടെ അർപ്പിക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ല. അവരുടെ ഇല്ലായ്മയാണ് ആ പറയണത്. യോഹന്നാൻ സുവിശേഷം ഇല്ലേ 2:3 അവർക്ക് വീഞ്ഞ് ഇല്ല. ഒരു കല്യാണം, വിവാഹം ഒരു അടിസ്ഥാനമല്ലേ? കുടുംബമൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വിവാഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലേ? അടിസ്ഥാന ആവശ്യമാണ്. മാനവരാശിയുടെ തന്നെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകമാണ് വിവാഹവും കുടുംബവും. അത് സന്തോഷത്തോടെ നിർവഹിക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ല. അവർക്ക് മെറിറ്റ് ഇല്ല എന്ന് പറയും, യോഗ്യതയില്ല എന്ന് പറയും. അപ്പോൾ ഈശോ എന്നാ പറയണത്? അതിൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഇല്ലയുണ്ട്, സമയമായിട്ടില്ല എന്നുള്ളതിൻ്റെ ഇല്ല. അങ്ങനെയുള്ള ഇല്ല എന്നുള്ളതിനെയാണ് കവർ ചെയ്യാനാണ് ബോധജ്ഞാന സിംഹാസനമായ പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അവൻ പറയണ പോലെ ചെയ്യുകയാണ് ചെയ്യണം. അവിടെ ഉടമ്പടിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യേണ്ടത്. എന്താ കാര്യം? ചില ലിങ്കുകൾ ബ്ലോക്ക് ചെയ്തത് നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്ത് കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ കൈ നീട്ടിക്കൊണ്ടുവന്ന് ആ വിഷയത്തിന് ഇടപെടുത്താൻ. കാര്യം അമ്മ തന്നെയാണ് കാര്യങ്ങളെ രണ്ടായിട്ട് തിരിച്ച്, എന്താണ് വലിയ കാര്യങ്ങളെന്നും ചെറിയ കാര്യങ്ങളെന്നും ഇല്ലേ? വലിയ കാര്യങ്ങൾ ഇപ്പോൾ അമ്മയിലൂടെ പരിശുദ്ധാത്മാവ് എന്നാ പറഞ്ഞത്? വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പാടാ. അത് ആര് ചെയ്യണം? ശക്തനായവൻ ചെയ്യണം. അതാണ് ലൂക്ക 1:49. വലിയ ശക്തനായവൻ പറഞ്ഞേ, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാണ് ഇല്ലേ? ഇപ്പം ചിലർ വന്ന് പറഞ്ഞാൽ അച്ഛാ എനിക്ക് 5 കോടി കടമുണ്ടെന്ന് പറയും. ആ 5 കോടി കടമുള്ള ആൾ വേറെ ഒരുത്തൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എനിക്ക് 2 ലക്ഷം കടമുണ്ടെന്നാണ്. അപ്പോൾ 5 കോടി കടമുള്ളവൻ പറയും എനിക്ക് 5 കോടിയാ, ഇവർ 2 ലക്ഷം, ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് 2 കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അല്ല, അങ്ങനെയല്ല. ആ 2 ലക്ഷം കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വരുമാന മാർഗം നോക്കുമ്പോൾ അത് വലിയ കാര്യമാണ്. ആ 2 ലക്ഷം കാര്യം അവനത് ആണ് എഴുതിയിട്ടിരിക്കുന്നത്, പക്ഷെ അത് വലിയ കാര്യമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ കഴിവിന് പറ്റണ അല്ലത്.
അത് പിന്നെ ആരാ ചെയ്യേണ്ടത്? ശക്തനായവനാണ് ചെയ്യേണ്ടത്. നമ്മുടെ മെറിറ്റിൽ വരുന്ന കാര്യമല്ല, നമ്മുടെ യോഗ്യതയിൽ വരുന്ന കാര്യമല്ല മക്കളെ. നമ്മുടെ യോഗ്യതയിൽ വരുന്ന കാര്യമല്ല, നമുക്ക് പറ്റണ കാര്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ അത് ആരെ കൊണ്ടാണ് ചെയ്യിക്കണത്? ശക്തനായവനെ കൊണ്ടാണ് ചെയ്യിക്കണത്. ഉടമ്പടി ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്ന മരിയൻ പ്രയറാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ശക്തനായവനിലൂടെ വലിയ കൃപകൾ വർഷിക്കപ്പെടാൻ ഉടമ്പടിയിലൂടെ ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കണമേ. കർത്താവായ ദൈവമേ, അത്യുന്നത ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കട്ടെ. ഈ ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ വിശേഷ വിധിയായി ചെയ്യാൻ ഈശോ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതെന്തിനാണ്? കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ ശക്തി ആവസിച്ചെന്ന് പറയത്തില്ലേ? അങ്ങനെ ശക്തി ആവസിക്കാൻ വേണ്ടിയാണ് അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യണത്. ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ദൈവികമായ ശക്തി ആർജിക്കാനുള്ള വിധങ്ങളാണ് വാഗ്ദാന പേടകത്തിൻ്റെ മേൽ അത്യുന്നതിൻ്റെ ശക്തിയെ ആവശ്യിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഉടമ്പടിയിൽ വരുന്നത്. കർത്താവിൻ്റെ വചനം അവൻ പറയണവർ ചെയ്യുമ്പോൾ, നമ്മൾ പാലിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഗ്ദാന പേടകമായി മാറുകയും നമ്മുടെ മേൽ അത്യുന്നതിൻ്റെ ശക്തി വാഗ്ദാന പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ സൗഖ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്തെല്ലാം തരം സൗഖ്യങ്ങളാണ് വരുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. വാഗ്ദാനത്തിന്റെ പേടകമായ പരിശുദ്ധമേ, വിചാരത്തിന്റെ സ്രോതസ്സായ പരിശുദ്ധമേ, വിവേകത്തിന്റെ പുണ്യമായ പരിശുദ്ധമേ, ബോധജ്ഞാനത്തിന്റെ വിശ്വാസമായ പരിശുദ്ധമേ, ഉടമ്പടിയിൽ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിന്റെ ശക്തി നിറയിക്കണമേ. ഉടമ്പടി ചെയ്ത ഓരോ മക്കളുടെ നിയോഗങ്ങൾ ഇപ്പോൾ തത്സമ അഭിഷേകം പോലെ ഇടപെടണമേ. മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ഇപ്പൊ ചൊല്ലുന്നവരും ചെയ്യുന്നവരും നമ്മളെ ശക്തീകരിക്കാൻ, അതിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവസിപ്പിക്കാൻ എന്താ മാർഗം? അവൻ പറയണത് പോലെ ചെയ്യുക. ഇപ്പം ചെല്ലുന്നവരും പ്രാർത്ഥിക്കുന്നവരും ചെയ്യുന്നവരും എന്ത് മനോഭാവത്തോടെയാണത് ചെയ്യേണ്ടത്? അതാണ് വിഷയം. നമുക്ക് സാങ്കേതികമായിട്ടൊക്കെ ചെയ്ത് മാറ്റാൻ പറ്റും എല്ലാ കാര്യങ്ങളും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പത്രം കൊടുക്കാൻ വിതരണം ചെയ്യാം. നിങ്ങൾക്ക് രോഗികൾക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാം. ഉടമ്പടി പ്രകാരം നിങ്ങൾ വസ്ത്രം കൊടുക്കും. പക്ഷെ എന്ത് കൊടുക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും വാട്ട് സ്പിരിറ്റ് യു ഹാവ് എന്നൊരു ചോദ്യം ഈശോ ചോദിക്കും. എന്തരൂപിയിലാണ് നിങ്ങളിത് ചെയ്യുന്നത്? അതാണ് ലൂക്കാ 9:55 ഫുട് നോട്ടിലേ ഉള്ളത്. നിങ്ങൾ എന്തരൂപിയാണ് നിങ്ങൾക്ക് ഉള്ളത്? എന്തരൂപി ഉണ്ടാവണം? സ്നേഹത്തിൻ്റെ അരൂപി ഉണ്ടാവണം. ആരോടുള്ള? ഈശോനോടുള്ള. അതാണ് നോൻപ് കാലത്തിൻ്റെ ചൈതന്യം. നമ്മളെ ശക്തമാക്കുന്ന അതാണ്. സാങ്കേതികമായി നമ്മൾ എണ്ണിത്തയച്ച് ചെയ്യണതല്ല, ആ നമ്പർ ഒപ്പിച്ച് ചെയ്യണതല്ല, അത് സാങ്കേതികമായി ചെയ്യണതാണ്. നമുക്ക് നമ്പറിലല്ല പെർഫെക്ഷൻ വരണത്. കർത്താവിനോടുള്ള സ്നേഹത്തോടെയാണോ അത് ചെയ്യണത്? ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, വിശേഷവിധിയായി അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയോടുള്ള സ്നേഹത്തോടെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ
സാക്ഷിയാകാൻ എന്നെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സവിശേഷമാമിതം ഞങ്ങളിൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. കരങ്ങളടിച്ചുകൊണ്ട് പാടാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശേഷ വിദ്യ നമ്മുടെ ജീവിത മേഖലകളെ, ഞങ്ങളുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തുക. ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കും. എന്താ ഇങ്ങനെ പറയണമെന്നറിയാവോ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വാട്ട് സ്പിരിറ്റ് യു ഹാവ്, അതായത് ലൂക്ക 9:55, എന്തരൂപിയാണ് നിങ്ങൾക്ക് ഉള്ളത്? എന്തരൂപി ഉണ്ടാകണമെന്നാണ് പറയണത്? കർത്താവിനോടുള്ള ആത്മബന്ധത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ അരൂപിയാണ് ഉണ്ടാകണത്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ നോൻപിൽ വളരണത്. എന്താ കാര്യം എന്നറിയാവോ? മനുഷ്യനുള്ളത് എന്താണെന്ന് അവന് അറിയാമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 2:24. യോഹന്നാൻ 2:24. ഇപ്പം നിങ്ങൾ രോഗികളെ കുളിപ്പിക്കുമ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോഴും വസ്ത്രം ദാനം ചെയ്യുമ്പോഴും വാട്ട് സ്പിരിറ്റ്, എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളത് എന്ന ചോദ്യത്തിന് കൂടി യുക്തിപരമായ മറുപടി പറയാൻ കഴിഞ്ഞാലേ ഈ ശക്തി നമുക്ക് സംസ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം? നമ്മളിൽ ഉള്ളിൽ ഇതെങ്ങാനെങ്കിലും ഒപ്പിച്ച് കൂട്ടി കഴിയണം, അല്ല ഉടമ്പടി എടുത്തു പോയില്ലേ, ഇനി വിളക്കാൻ തക്കണ പാണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചുണ്ടാക്കുമ്പോൾ സാങ്കേതികമായി പോകും, അവിടെ സ്പിരിറ്റ് പോകും. അതുകൊണ്ടാണ് നിങ്ങളെ ആൾക്കാർ വാടകയ്ക്ക് എടുത്തിട്ടൊക്കെ പത്രം കൊടുപ്പിക്കണം. ചില ആൾക്കാർ അവർ എടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, ഈ ഒരു ശാരീരിക അവസ്ഥയ്ക്ക് പത്രം ആര് കൊടുത്തു ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ വീട്ടിൽ നിൽക്കണ വേലക്കാരത്തിനെ കൊണ്ട് കൊടുപ്പിച്ചെന്ന് പറഞ്ഞു. ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വേലക്കാരി വരാൻ പറഞ്ഞു. എന്താ പ്രശ്നം? അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി ആരാ എടുത്തിരിക്കണേ? ഉടമ്പടി നമ്മൾക്ക് ആർക്ക് നമ്മൾ ദൈവദർശനം എടുത്ത ഉടമ്പടി നിങ്ങളത് പിന്നീട് കൊട്ടേഷൻ കൊടുക്കരുത് വേറെ ആൾക്കാർക്ക്. ബംഗാളിക്ക് കൊട്ടേഷൻ കൊടുത്ത ഉടമ്പടിക്ക്. അതാണ് പ്രശ്നം. ചുരുക്കാൻ പറഞ്ഞാൽ പത്തനംതിട്ട ഒരു ചേച്ചി ചെയ്തതാണ് വിശേഷം. അവർക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. പക്ഷെ നമ്മൾ ആന്തരിക കാര്യം ദൈവം എന്താ നോക്കണത്? മനുഷ്യരിലുള്ളത് എന്താണെന്ന് അവനെ അറിയാമായിരുന്നു. കാര്യം ഉള്ളത് എന്താണെന്ന് യോഹന്നാൻ 2:24 വിഷയമാണ്. നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ? ഈ പത്രോസ് ഇത്രയും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉയരാൻ കാര്യം എന്താണെന്നറിയാവോ? കർത്താവിനോട് അയാൾക്ക് പൊരിഞ്ഞ സ്നേഹമായിരുന്നു. കർത്താവ് പറഞ്ഞത് ഭയങ്കര, കർത്താവ് കണ്ണിക്കണ്ണ് കാണാനില്ലാത്ത കാലത്തും കർത്താവ് പറഞ്ഞ വാക്ക് അങ്ങേര് മറന്നില്ല. കർത്താവ് എന്നാ പോകാൻ നേരത്തെ പറഞ്ഞത്? നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. അതാണ് നടപടി 1:4. പാവപ്പെട്ടവൻ വിട്ടുപോയില്ല. വീട്ടിൽ പോകാമായിരുന്നു, പോയില്ല. കഫർനാമിൽ പോകാമായിരുന്നു, പോയില്ല. ഞാൻ എപ്പോഴും ഓർത്തും 10 ദിവസം വള്ളവും വലിയ അവിടെയല്ലേ, ഭാര്യ അവിടെയല്ലേ, മക്കൾ അവിടെയല്ലേ, ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും കഫർനാമിലല്ലേ. നീ എന്തിനാ കർത്താവ് മരിച്ചിട്ടും ചത്ത് കെട്ടി ഇവിടെ പിടിച്ചു തൂങ്ങിക്കിടക്കണത്? അപ്പോൾ 10 ദിവസം പറയും, ഈശോ പറഞ്ഞായിരുന്നു പോകരുതെന്ന്. ആരെല്ലാം വീട്ടിലുണ്ടായാലും നിനക്കൊരു നേരം ഭക്ഷണം ഇവിടെ കിട്ടിയില്ലെങ്കിലും നീ വീട്ടിൽ പോകരുത്. എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. കർത്താവിൻ്റെ വാക്ക് സ്നേഹത്തോടെ അവൻ ഓർത്ത്. അതാണ് ബൈബിൾ പറയണത്. നടപടി 3:1 പറഞ്ഞില്ലേ, 9-ാം മണിക്കൂറിൽ അവൻ കർത്താവിൻ്റെ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയായിരുന്നു. നടപടി 3:1. എന്താ കാര്യം? വൈഫും കുഞ്ഞുങ്ങളും വീട്ടിലുണ്ട്. ഇവിടെ ഭക്ഷണം വെച്ച് തരാൻ പോലും ആരുമില്ല, കാശും കയ്യിലില്ല. ഇത്രയും സാമ്പത്തിക തകർച്ച, എല്ലാം പഠിപ്പിച്ച കർത്താവും കൂടെ ഇല്ലാത്തതുപോലെയുള്ള ശാരീരിക സാന്നിധ്യമില്ല. അപ്പോഴും കർത്താവിൻ്റെ വാക്കുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞായിരുന്നു? നീ ജെറുസലേം വിട്ടു പോകരുത്. അവൻ കഫർനാമിലേക്ക് പോയില്ല.
അവൻ്റെ വൈഫിനേക്കാളും അവൻ്റെ മക്കളെക്കാളും അവൻ്റെ കുടുംബക്കാരെക്കാളും വീടിനേക്കാളും അവന് കർത്താവിൻ്റെ വചനം അവൻ്റെ ജീവനേക്കാൾ വിലയുള്ളതായിരുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അവിടുത്തെ വചനം ശക്തമാണ് കർത്താവേ. ആകാശം മാറിപ്പോയാലും ഭൂതലം മാറിപ്പോയാലും മാറാത്ത വചനമാണ്. അത് ശക്തിയും അഭിഷേകമുള്ളതാണ്. അഭിഷേക വചനത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പത്രോസ് നല്ല ഓർമ്മയുള്ളവനായിരുന്നു. കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് നല്ല ഓർമ്മയുള്ളവനായിരുന്നു. അതുകൊണ്ട് മ്ലാനതയില്ലായിരുന്നു അവന്. ക്രിസ്ത്യാനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അവന് മാനതയുണ്ടാകത്തില്ല. എന്താ ഈ മ്ലാനത എന്ന് പറയുന്നത്? ഓർമ്മയില്ലാത്ത അവസ്ഥയാണ്. പത്രോസിന് ഓർമ്മയുണ്ടായിരുന്നല്ലോ ആരുടെ വചനത്തെക്കുറിച്ച്? കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച്. കർത്താവ് എന്നാ പറഞ്ഞത്? ജെറുസലേം വിട്ടുപോകരുത്. ആ ഓർമ്മയുണ്ടായിരുന്നു ആ വചനത്തെക്കുറിച്ച്. അതുകൊണ്ട് നടപടി 1:4 പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവൻ കർത്താവിൻ്റെ വാക്കോർത്തുകൊണ്ട്, ദൈവമേ, എനിക്കും നിനക്കും ഓർമ്മയുണ്ടാകാൻ ഏറ്റവും നല്ലത് എന്താണ്? കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. പത്രോസിന് ആ വചനത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നടപടി 3:1 പറയണത് അവൻ ജെറുസലേം വിട്ടുപോയില്ല, കർത്താവിൻ്റെ തിരുസന്നിധി തന്നെയായിരുന്നു എന്ന്. എല്ലാ പതിവ് സമയങ്ങളിലും പ്രാർത്ഥിക്കാൻ അവൻ ദേവാലയത്തേക്ക് പോയി 9 മണിക്കൂറിലും. എന്താ പത്രോസിന് ഓർമ്മയില്ല? ഓർമ്മയുണ്ടായിരുന്നു. പത്രോസിന് മ്ലാനതയില്ലായിരുന്നെന്ന് പറയാൻ കാര്യം എന്താ? ഓർമ്മയുള്ളവന് മ്ലാനത ഉണ്ടാകത്തില്ല. ഓർമ്മയില്ലാത്തവന് മ്ലാനതയുണ്ടാകും. മ്ലാനതയുണ്ടായിരുന്ന മനുഷ്യനോടാണ് കർത്താവ് ചോദിച്ചത്, ഓർമ്മയില്ലേ എന്ന് ചോദിച്ചായിരുന്നു. നിങ്ങൾ ഓർക്കണ്ട, മർക്കോസ് 8:17 കർത്താവ് ചോദിച്ചതാണ്, ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾക്കെന്തിന് തർക്കിക്കുന്നു? എന്തിന് നിങ്ങൾ മ്ലാനത കാട്ടുന്നു? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്താണ് ഓർമ്മയുണ്ടത്? 5 അപ്പം 5000 പേർക്ക് വേണ്ടി ഭാഗിച്ചത് ഓർമ്മയില്ലേ? 7 അപ്പം 4000 പേർക്ക് വേണ്ടി ഭാഗിച്ചത് ഓർമ്മയില്ലേ? എത്ര കൊട്ടെന്നറിയേ നിങ്ങൾ ശേഖരിച്ചോ? എന്തിനാണ് നിങ്ങൾ മ്ലാനതയായിരിക്കണത്? ഓർമ്മയില്ലാത്തവരെല്ലാം മ്ലാനതയാകും. ഓർമ്മ വിശ്വാസമാണ്. ഓർമ്മ അവരെക്കുറിച്ചുള്ള സ്നേഹമാണ്. കൈയടിച്ച് കർത്താവാണ് ശരീരം. ഇപ്പം മ്ലാനത വരുമ്പോഴേ ഓർമ്മ പോയെന്നാണ് എൻ്റെ അർത്ഥം. പിടിയാ, മ്ലാനത വരുമ്പോൾ ഓർമ്മ പോയി. എന്തിനെക്കുറിച്ചുള്ള ഓർമ്മ പോയി? കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ദൈവം ഇതിനേക്കാൾ വലിയ കഷ്ടപ്പെട്ട കാലങ്ങളിൽ നിന്നെ സന്ധിച്ചതിൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മ അത് പോയി. മ്ലാനത വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഓർമ്മ പോയെന്നാണ്. എന്തിൻ്റെ ഓർമ്മ? കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ദൈവം നിന്നെ പരിപാലിച്ചതിൻ്റെ ഓർമ്മ. അങ്ങനെ ഓർമ്മ പോയ 2 കക്ഷികളാണ് നാട് വിട്ടു പോയത്. ആത്മഹത്യ ചെയ്യുന്നവരും നാട് വിട്ടു പോകുന്നവരും, പ്രാർത്ഥന ജെറുസലേം വിട്ടുപോകുന്നവർ. വിട്ടുപോകണതില്ലേ? കർത്താവ് പറഞ്ഞ വാക്കാണ് വിട്ടുപോവുക. ചിലപ്പോൾ നമുക്ക് ജെറുസലേം വിട്ടു പോകേണ്ടി വരും. ഓർമ്മ പോകുമ്പോൾ ദൈവസന്നിധാനം വിട്ടുപോകും, നാട് വിട്ടുപോകും. ക്ലയഫാസ് അങ്ങനെ വിട്ടുപോയ ഒരു ശിഷ്യനാണ്. അവൻ നാട് വിട്ടുപോയി, ജെറുസലേം വിട്ടുപോയി. അവനോട് കർത്താവ് ചോദിച്ചു, എന്തിനീ മ്ലാനത? ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. ഇല്ലേ? ലുക്ക 24:25 ക്ലയഫാസ് ജെറുസലേം വിട്ടുപോയി. എന്താ കാര്യം? അവനോട് കർത്താവ് ചോദിച്ചു, ഓർമ്മയില്ലേ? ഞാൻ വിട്ടുപോകരുതെന്ന് പറഞ്ഞതല്ലേ? ഓർമ്മയില്ലേ? എന്തിനാണ് മ്ലാനത? നിങ്ങളെ മ്ലാനവദനരായി എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു? അവിടെ മ്ലാനതയാണ് വരണത്. മ്ലാനത വന്നതിൻ്റെ അർത്ഥം എന്താണ്? വിട്ടുപോയെന്നർത്ഥം. മ്ലാനത വന്ന അതിൻ്റെ അർത്ഥം എന്താണ്? ഓർമ്മയില്ലെന്നർത്ഥം. ഓർമ്മയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസമില്ലെന്നർത്ഥം. പ്രവാചക വചനങ്ങൾ വിശ്വസിക്കാൻ കഴിയാതിരുന്ന മന്ദബുദ്ധികളെ എന്ന് ചോദിക്കുന്നില്ലേ? ഓർമ്മ പോകുമ്പോഴേ കർത്താവ് നമ്മളെ മന്ദബുദ്ധി എന്ന് വിളിക്കാം. ഓർമ്മ പോണത് ബുദ്ധിക്കുറവാണെന്നാണ് ഈശോ പറയണത്. എന്തിനെക്കുറിച്ചുള്ള ബുദ്ധിക്കുറവാണ്? കർത്താവിൻ്റെ വചനങ്ങൾ സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഓർക്കാൻ കഴിയാവുന്നതിൻ്റെ ബുദ്ധിക്കുറവ്. പ്രാർത്ഥിക്കുക, കർത്താവേ
ജെറുസലേം വിട്ടുപോവാതെ അങ്ങയുടെ വചനങ്ങള് ഓർത്തുകൊണ്ട് എൻ്റെ കഷ്ടപ്പെട്ട ആളിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ നിന്റെ സന്ധിപ്പോർത്തുകൊണ്ട് നിന്റെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ പിടിച്ചു നിൽക്കുവാൻ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ. ദൈവമേ, ജെറുസലേം വിട്ടുപോകാതിരിക്കാൻ, അങ്ങയുടെ സാന്നിധ്യം വിട്ടുപോകാതിരിക്കാൻ, ഉദാസൻ വിട്ടുപോകാതിരിക്കാൻ, പ്രാർത്ഥനയിൽ വിട്ടുപോകാതിരിക്കാൻ, ദിവ്യകൃപാൽ വിട്ടുപോകാതിരിക്കാൻ, വിശ്വാസത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ വിട്ടുപോകാതിരിക്കാൻ, ഉടമ്പടി എന്ന അഭിഷേക ശക്തിയാൽ ഞങ്ങളെ ആത്മാവിൽ അഭിഷേകം ചെയ്യാൻ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുകൊണ്ടായിരിക്കട്ടെ. ഇരിക്കുന്നവരെഴുന്നേക്ക്. നമ്മളെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് നമുക്ക് നൽകിയ വരദാനങ്ങളിലൊന്നാണ് കൈവച്ച് പ്രാർത്ഥന. രോഗമുള്ളിടത്ത് കർത്താവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കും. ഈ സെക്കൻഡിൽ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും. കാര്യമെന്താ? നമ്മൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് നമുക്ക് മ്ലാനതയില്ല. എല്ലാം നമ്മൾ അവൻ്റെ വചനത്തെക്കുറിച്ച് ഓർമ്മയുണ്ട്. അവൻ നമ്മളോട് ചെയ്യാൻ പറഞ്ഞതിനെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടാകാൻ മാത്രമുള്ള സ്നേഹമുണ്ട്. ഓർമ്മയുണ്ടാകാൻ മാത്രമുള്ള വിശ്വാസമുണ്ട്. അല്ലേ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഉദര രോഗികളെ ഉദരത്തിൽ കൈവെക്കുക. കർത്താവ് നിന്നെ സുഖപ്പെടുത്താൻ പോകുന്നു. നമ്മുടെ ഓർമ്മയിലാണ് അവൻ്റെ പ്രസൻസ്. ഹിസ് പ്രസൻസ് ഇസ് His memory, our memory about Him, His presence. കുർബാനയിൽ നമ്മൾ അതാണ് പറയുന്നത്. His presence is our memory about Him. അവൻ്റെ സാന്നിധ്യം, അവനെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മ ആഘോഷിക്കുമ്പോഴാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉദര രോഗികളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന ഉദര രോഗികളെ ഉദരത്തിൽ കൈവെക്കട്ടെ. ഉദര രോഗികളെ ഉദരത്തിൽ കൈവെക്കട്ടെ. യേശുവിന്റെ നാമത്തില് ഉദര രോഗികള് വിട്ടുമാറട്ടെ. കുടൽ അൾസറുള്ളവര് ഉദരത്തിൽ കൈവെക്കട്ടെ. ഗർഭപാത്ര സിസ്റ്റുള്ളവര്, പിസിഒഡി രോഗികള് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. രക്തസ്രാവ രോഗികള് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഉത്തരാശയത്തിൽ കല്ലുള്ളവര് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്തവര് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. അൾസർ രോഗികള് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഫിഷർ രോഗികള് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ഉദര രോഗികള് വിട്ടുമാറട്ടെ. കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്ന തത്സമയ സൗഖ്യങ്ങളെ ഓർത്ത് ആരാധിക്കുന്ന ദൈവമേ. ഭാഷാപരത്തിൽ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഭാഷാപരത്തിൽ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് സൗഖ്യം നൽകിയ കർത്താവിനെ, അനുഗ്രഹിച്ച കർത്താവിനെ, വിദഗ്ധ ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ ശ്വാസകോശ രോഗികള് സ്നേഹത്തോടെ, അവനോടുള്ള സന്തോഷത്തോടെ, അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ നെഞ്ചിൽ കൈവെക്കുക. ഹൃദയ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. എന്നെ കേൾക്കുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഓൺലൈനിൽ ഇരിക്കുന്ന ആരാധന കൂടുന്ന എല്ലാ മക്കളും ഹൃദയരോഗികളെ നെഞ്ചിൽ കൈവെക്കട്ടെ. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പോൾ കണ്ണ് രോഗികളെ നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കാത്ത വിധത്തിൽ
ആ സമയത്ത് കണ്ണ് രോഗികളെ കർത്താവ് സ്പർശിച്ചു കൊടുക്കുന്നതായിട്ട് ഈശോയുടെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. തലവേദനക്കാരെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ശ്വാസകോശ രോഗികളെ നെഞ്ച് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. കരൾ രോഗികൾ നെഞ്ചിൻ്റെ കൂമ്പിന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. പങ്ക്രിയാസ് രോഗികളും അവിടെ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ അഭിഷിക്തം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ദൈവജനം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കള് ശ്വാസകോശ രോഗികള്, കരൾ രോഗികള്, ഹൃദയരോഗികള്, പങ്ക്രിയാസ് രോഗികള്, ഈശോ നിന്റെ നാമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ഈശോ നിന്റെ തിരുമുറിവാർന്ന് വലത് കർത്താവ് മക്കൾ സ്പർശിക്കപ്പെടട്ടെ. മാർഗരോഗങ്ങള്, തീരവേദികള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ സുഖപ്പെടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശിരസ് രോഗികള്, തലവേദന വിട്ടുമാറാ തലവേദനയുള്ളവരെ നെറ്റിയിൽ കൈവെക്കട്ടെ. നാസികയിലെ അഡിനോയിഡിൻ്റെ രോഗമുള്ളവർ നെറ്റി കൈവെക്കട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, കണ്ണ് മങ്ങുന്നവർ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരെല്ലാം നെറ്റി കൈവെക്കട്ടെ. മുടിക്കൊഴിച്ചിലുള്ളവർ, തലച്ചോറിൽ സിസ്റ്റുള്ളവർ, തലച്ചോറ് ബ്ലോക്കുള്ളവർ, രക്തോട്ടം കുറവുള്ളവർ, തലമരവിപ്പുള്ളവരെല്ലാം നെറ്റി കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, കർത്താവേ, ഈശോ, ഈശോ നിന്റെ വിശുദ്ധ രക്തത്താൽ ശിരസ്സിനെ തളിക്കണമേ. വിശുദ്ധ രക്തത്താൽ ശിരസ്സിനെ തളിക്കണമേ. വിശുദ്ധ രക്തത്താൽ ശിരസ്സിനെ തളിക്കണമേ. തൊണ്ട രോഗങ്ങൾ, ഈശോ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ശിരസ്സിൻ്റെ രോഗങ്ങൾ, പല്ല് വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, സൗഖ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, അസ്ഥി രോഗികള്, നടുവലിൻ്റെ കശേരി അകന്നിരിക്കുന്നവർ, ഹിപ്പിന് വേദനയുള്ളവർ, അസ്ഥിയുടെ ദ്രവിപ്പുള്ളവർ, അസ്ഥിക്ക് കമ്പിയിട്ടിരിക്കുന്നവർ, കമ്പി എടുക്കാൻ പറ്റാത്ത രീതിയിൽ വേദനിക്കുന്നവർ എല്ലാം ഹിപ്പിനാണ് ഇപ്പോൾ കൈവെക്കേണ്ടത്. കിഡ്നി രോഗികൾ ഉൾപ്പെടെ അരക്കെട്ടിൽ കൈവെക്കുക, അരക്കെട്ടിൽ കൈവെക്കുക. പ്രാർത്ഥിക്കുക. കർത്താവേ, കിഡ്നി രോഗികളെ സുഖപ്പെടുത്തുന്നതിന് ഈശോ ജീവിക്കുന്നതിനായ ദൈവമേ, കിഡ്നി രോഗികളെ ഈ അനുഗ്രഹ നിമിഷങ്ങള് നീ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. വർദ്ധിച്ച സ്നേഹത്തോടെ നന്ദി പറയുന്നു. കർത്താവേ, അസ്ഥി രോഗികളെ, അസ്ഥി ഉരുക്കമുള്ളവരെ, അസ്ഥി ദ്രവിക്കുന്നവരെ, പലതരത്തിലുള്ള അസ്ഥികളിലെ വേദനിക്കുന്നവരെ, കർത്താവേ, തേയ്മാനമുള്ളവരെ, വേക്കോസ് രോഗികളെ, വാദ്യരോഗികളെ, കർത്താവേ, ഈ നിമിഷം സ്പർശിക്കണമേ. കർത്താവേ, SLE രോഗികളെ സ്പർശിക്കണമേ. എപ്പിലെപ്സി രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തില് അപൂർവ രോഗങ്ങള്, അജ്ഞാത രോഗങ്ങള്, അപൂർവ രോഗങ്ങള്, അജ്ഞാത രോഗങ്ങള് യേശു നാമത്തില്, യേശു നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അജ്ഞാത രോഗങ്ങള്, അസ്ഥി രോഗങ്ങള് സുഖപ്പെടുന്ന നന്ദി പറയുന്ന കർത്താവേ, അപൂർവ ഗുരുതര രോഗങ്ങള് തത്സമയം സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. സാക്ഷ്യം പറയുമാറ് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യം, നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യം, നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കും. മക്കളെ, ജീവിത മണ്ഡലങ്ങളെ
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജീവിതമണ്ഡലങ്ങളെന്ന് പറയുമ്പോൾ ജോലി, വീട്, വിവാഹം, ഭാഗ ഉടമ്പടി, മക്കളില്ലാത്ത അവസ്ഥകൾ, അവന് ജോലിക്ക് ശമ്പളം കിട്ടാത്തവർ, കുറഞ്ഞു പോയവർ, ഓഫീസിൽ പ്രഷർ അനുഭവിക്കുന്നവർ, പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ ഒക്കെ അവർക്കെല്ലാം പ്രാർത്ഥിക്കണം. വീടില്ലാത്തവരെ, വഴിയില്ലാത്തവരെ, ഇന്നത്തെ സാക്ഷ്യം കേട്ടില്ലേ, 25 വർഷമായിട്ടില്ലാത്ത 2 വഴികളാണിന്ന് ഉടമ്പടിയിൽ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും, സർട്ടിഫിക്കറ്റുകൾ കളഞ്ഞു പോയവർ, വിത്ത് ഹീൽഡായവർ, സമയത്തിന് വേണ്ട സമയത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്തതിൻ്റെ പേരിൽ ക്ലേശിക്കുന്നവർ, ഒരു ഇയർ ബാക്കാകാനോ ഇയർ നഷ്ടപ്പെടാനോ സാങ്കേതിക സാധ്യതയുള്ളവരെ, എന്ത് ജോലിക്ക് പോകണം, എവിടെ നാട്ടിൽ വേണോ വിദേശത്ത് വേണമെന്നറിയാതെ കുഴങ്ങുന്നവർ, പലതരത്തിൽ ഏത് കണ്ട് തിരഞ്ഞെടുക്കണമെന്നറിയാതെ വിഷമിക്കുന്നവർ, PR വിഷമിക്കുന്നവർ, എമിഗ്രേഷൻ വിഷമിക്കുന്നവർ, വിസയ്ക്ക് വിഷമിക്കുന്നവർ, പലതരത്തിലുള്ള ജോലി സംബന്ധമായ സാങ്കേതിക വിഷമതങ്ങളിൽ കുരുങ്ങിയിരിക്കുന്നവർ എല്ലാവരെയും ഈശോ സ്പർശിക്കുന്ന പരിശുദ്ധ അമ്മ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ അവർക്ക് സന്തോഷമില്ല, അവർക്ക് സമാധാനമില്ല. കർത്താവ് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വീഴാൻ സാധ്യതയുള്ള, ജീവിത വഴികളിൽ തളർന്നു വീഴാൻ സാധ്യതയുള്ളവർക്ക് യാക്കോബ് 2:16 അനുസരിച്ചുകൊണ്ട് ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ കരുണയുടെ സമയമാണ്, കരുണയുടെ സമയമാണ്, കരുണയുടെ സമയമാണ്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. കരങ്ങളുയർത്തിക്കൊണ്ട് ശക്തമായി ശ്രദ്ധിക്കട്ടെ. കർത്താവായ ദൈവമേ, വ്യത്യസ്തമായ ജീവിത മണ്ഡലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ. വഴിമുട്ടിയവർക്ക് രക്ഷയായി തീരണമേ. കർത്താവെ സൗഖ്യപ്പെടുത്തണമേ, രോഗദുരിതങ്ങൾ സൗഖ്യപ്പെടുത്തണമേ. കർത്താവായ ദൈവമേ, ലോണിന് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വീട്ടിലേക്കുള്ള വഴിയില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നേർച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. ബ്ലെസ്സിങ്സിൻ്റെ സമയമാണ്. ഉടമ്പടി പത്രം, നിങ്ങൾ വാങ്ങിച്ച കൃപാസനത്തിൻ്റെ പത്രം, എന്തെങ്കിലും നേർച്ച വസ്തുക്കൾ നിങ്ങൾ വേറെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വെഞ്ചരിച്ച് തരുന്ന സമയമാണ്. പ്രാർത്ഥിച്ച ആശീർവദിച്ച് നൽകുന്ന സമയമാണ്. അത് ദൈവനാമത്തിൽ നിങ്ങൾ കൈമാറ്റം ചെയ്യാനാണ് ആശീർവദിക്കുന്നത്. ഇപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇന്ന് കുറേ സാക്ഷ്യങ്ങൾ ഡേറ്റിനെ അമ്മ ഹോണർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിൽക്കുന്ന നിർണായകമായ ഡേറ്റുകൾ, നിങ്ങളെ പീഡിപ്പിക്കുന്ന ഡേറ്റുകൾ, നിങ്ങൾ എന്ത് ഡേറ്റാണ് സമർപ്പിക്കേണ്ടത്? നിങ്ങളെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഡേറ്റുകൾ, നിങ്ങളെ പേടിപ്പിക്കുന്ന ഡേറ്റുകൾ ഒക്കെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് പറയുന്ന ആരാധന നിമിഷമാണ്. നമ്മളെ വീട്ടിലിരുന്ന് ഡേറ്റ് ഇടുന്ന പോലെയല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആരാധന നിമിഷം. അമ്മയും ഈശോയും ജീവനോടെ സാന്നിധ്യം നൽകുന്ന ഈ വർഷിപ്പ് ടൈം, മഹത്വത്തിൻ്റെ സമയമാണിത്. ഇപ്പോഴേ പരിശുദ്ധ അമ്മയോടാണ് നിങ്ങൾ ഡേറ്റ് സമർപ്പിക്കേണ്ടത്. അമ്മ ഈശോയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഡേറ്റ് കൊടുക്കുന്നത്. നിങ്ങളുടെ ജോലിയുടെ ഡേറ്റ്, ഇൻ്റർവ്യൂ ഡേറ്റ്, സ്ഥലമളവ്, കോടതി, വ്യവഹാരം, വിസ്താരം, എല്ലാ ഡേറ്റുകളും, വീട് വെപ്പ്, പെരവാസ്തുല്, ജ്ഞാനസ്ഥാനം, ഇനി കുഞ്ഞുങ്ങൾ ജനിക്കണമെങ്കിൽ ജനിക്കാനുള്ള ഡേറ്റുകൾ, അതായത് കർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള ഡേറ്റുകൾ, സമയമാണതെല്ലാം. സമയം ദൈവത്തിൻ്റെതാണ്.
ആ ദൈവം ആ സമയത്ത് ആശീർവാദം നൽകാൻ വേണ്ടിയാണ് നമ്മുടെ നോട്ട് ബൈ മെറിറ്റ്. ഇപ്പം നമ്മൾ കുറേ മരുന്ന് കഴിച്ചിട്ടും കുഞ്ഞുങ്ങളില്ല, അതുകൊണ്ട് മെറിറ്റ് ഇല്ലെന്ന് അർത്ഥം. ഇനി ബട്ട് ബൈ ഗ്രേസ് ആണുള്ളത്, ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പം കൃപയ്ക്ക് വേണ്ടിയാണ് സമയങ്ങൾ സമർപ്പിക്കുന്നത്. എല്ലാ തന്ത്രപ്രധാനമായ സമയവും ഡേറ്റും തീയതിയും ഒക്കെ പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുക. എന്നെ ഈ ശുശ്രൂഷയിൽ മൊബൈലിൽ ഓൺലൈനിൽ കൂടെ നിൽക്കുന്നവരെല്ലാവരും ഡേറ്റ് സമർപ്പിക്കേണ്ടതാണ്. നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ന് തന്നെ നമ്മൾ അച്ഛൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങളുടെ പരീക്ഷ ഡേറ്റുകളും അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് നമ്പരും ടൈപ്പ് ചെയ്യണം. ഞങ്ങൾ ഇന്ന് മുതൽ നമ്മുടെ വാട്സപ്പിൻ്റെ എല്ലാ ഗ്രൂപ്പുകളിലും അത് കൈമാറി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്നവർ 80ഓളം വാട്സപ്പ് ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. അവിടെ എല്ലാം പരീക്ഷാ തീയതികൾ ഇടണം. പരീക്ഷാ തീയതിയല്ല വേണ്ടത്, നമുക്ക് അത്യാവശ്യം വേണ്ടത് എന്താണ്? ഹോൾ ടിക്കറ്റ് നമ്പർ. ഫേസ്ബുക്കിൽ അതെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛൻ ഇപ്പോഴ് വാട്സപ്പ് നമ്പറിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും പേജിലും വരാൻ പോകുന്ന മുഴുവൻ നമ്പറുകളെയാണ് നമ്മളിപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത്. എന്നെ ഓൺലൈനിൽ ഈ വിഷയം ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ കയ്യിൽ മക്കളുടെ ഹോൾ ടിക്കറ്റ് നമ്പർ ഉണ്ടെങ്കിൽ, പരീക്ഷാ നമ്പർ ഉണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാളെയും പ്രാർത്ഥിക്കും, പരീക്ഷ തീരുന്നവരെ പ്രാർത്ഥിക്കും. കാര്യം ചില കാര്യങ്ങൾ ഇപ്പം തന്നെ ആ മോള് പറഞ്ഞില്ലേ, അവൾക്ക് കാശിന് ആവശ്യമുണ്ട്, 90,000 രൂപ ആവശ്യമുണ്ട്. ദാറ്റ്സ് ഓക്കെ. പക്ഷേ അവൾ ആ ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ആ കാശ് കിട്ടിയത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല. നോട്ടിഫിക്കേഷൻ അവളെ കർത്താവ് ശ്രദ്ധിപ്പിക്കാൻ ഇടയാക്കി. അപ്പോൾ ദൈവം ഇടയാക്കണം. അപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ ദൈവം സഹായിക്കും നമ്മളെ. ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, ഞങ്ങൾ മനസ്സിൽ ഓർത്തിട്ടുള്ള വ്യക്തികളുടെ പേരുകള് അവരുടെ പരീക്ഷ ഹോൾ ടിക്കറ്റ് നമ്പറുകള് പരിശുദ്ധ അമ്മേ അവിടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നേടുവാൻ അവർക്ക് വന്നു പോയിട്ടുള്ള പഠന പരാധീനതകളെ ദൈവത്തിൻ്റെ പരിപാലനയാൽ പരിഹരിച്ചുകൊണ്ട് ഉന്നതമായ വിജയം നൽകി അവർക്ക് വിദ്യാഭ്യാസത്തിൽ മേൽഗതി ലഭിക്കുവാൻ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ബോർഡ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്ന മക്കള്, +1 +2 എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്ന മക്കള്, ഡിഗ്രി പരീക്ഷ എഴുതുന്ന മക്കള്, ഹോൾ ടിക്കറ്റുകൾ സമർപ്പിക്കുന്ന മക്കള്, സമർപ്പിക്കാനിരിക്കുന്ന മക്കള്, അവരുടെ പരീക്ഷാ ഡേറ്റുകള്, തീയതികള്, എല്ലാ വിഷയത്തിന്റെ മേലും ദിവ്യാത്മാവിനാൽ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ. ഓർമ്മ ശക്തിപ്പെടുത്തി കൊടുക്കണമേ. വ്യക്തതയോടെ പഠിക്കാൻ, ഉത്സാഹത്തോടെ പഠിക്കാൻ പരിശുദ്ധാത്മാവിന് നൽകണമേ. അവരുടെ ആരോഗ്യത്തെ നമുക്ക് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാട്സപ്പ് മധ്യസ്ഥ പ്രാർത്ഥനയുള്ളവരെ, കൃപാസനം വാട്സപ്പ് മധ്യസ്ഥ പ്രാർത്ഥനയുള്ളവരെ കുഞ്ഞുങ്ങൾ നമ്പർ ഇടുമ്പോൾ അവരുടെ ഹോൾ ടിക്കറ്റ് നമ്പർ കാണുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ഒരു സ്വർഗ്ഗസ്ഥനായ ശൈലി കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കൃപാസനം എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്റെ അഡ്മിനെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീര മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നേർച്ച വസ്തുക്കൾ എടുക്കുക. കരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ. ഇതാ കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, രോഗദുരിതങ്ങളാൽ വലയുന്നവര് കർത്താവേ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന മക്കൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ആശുപത്രിയിൽ കഴിയുന്ന വീടുകളിൽ കഴിയുന്നവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്റർവ്യൂ ടെസ്റ്റ് പരീക്ഷകൾക്ക് പോകുന്നവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാരകമായ രോഗികൾ ഇന്ന് പ്രത്യേക കൈവ പ്രാർത്ഥനയ്ക്കായി വന്നിട്ടുള്ളവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ ഉടമ്പടിയിലെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവര്, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവര്, വിവിധ നിയോഗങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ സൗഖ്യവും സാന്ത്വനവും സൗഖ്യവും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീരാവ്യാധികളിൽ കഴിയുന്നവരെ അങ്ങ് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, 10ാം ബോർഡ് എക്സാം എഴുതുന്ന മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. +1 +2 കർത്താവ് ഡിഗ്രി പ്രത്യേക കോഴ്സുകളിൽ പഠിക്കുന്നവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ആദ്യമായി കൃപാസനത്തിൽ വന്നിട്ടുള്ള മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളുയർത്തി ശക്തമായി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ സ്പർശിക്കുകയാണ്, കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്. തീരാവ്യാധിയിൽ കഴിയുന്നവരെ, മാരകമായ രോഗാവസ്ഥയിൽ കഴിയുന്നവരെ ഈശോ സ്പർശിക്കുകയാണ്, സൗഖ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ